ഓം നമോ ഭഗവതി വാസുദേവായ. ഇന്ന് ശ്രീമന്നാരായണീയം യോഗമായ പ്രാദുർഭാവവും കൃഷ്ണജന്മോത്സവവും എന്ന 39-ാം ദശകത്തിലെ 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളാണ് വായിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ശ്ലോകം. ഭവന്തമയമുദ്വഹൻ യതുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോച്ഛലജ്ജലപരാം കളിന്ദാത്മജാം അഹോ സലിലസഞ്ജയ സ പുനരൈന്ദ്രജാലോദിതോ ജലൗഘ ഇവ തക്ഷണാത് പ്രപതമേയതാമായയൗ. അർത്ഥം: അയം യദുകുലോദ്വഹഃ ഭവന്തം ഉദ്വഹൻ നിസ്സരൻ. ഈ വസുദേവൻ അവിടുത്തെ എടുത്തുകൊണ്ട് പുറപ്പെട്ടു പോകുമ്പോൾ കളിന്ദാത്മജാം ഗഗനോജ്ജല ജലപരാം ദദർശ. കാളിന്ദി നദിയിൽ വെള്ളം ഏന്തിപ്പൊങ്ങുന്നതായി കണ്ടു. സഹ സലിലസഞ്ജയഃ പുനഃ ഐന്ദ്രജാലോദിതഃ. ആ പെരുവെള്ളമാകട്ടെ ഇന്ദ്രജാല വിദ്യ കൊണ്ടുണ്ടായ പെരുവെള്ളം എന്ന പോലെ തത്ക്ഷണാത് ആ സമയത്ത് പെട്ടെന്ന് പ്രപതമേയതാം ആയയൗ അഹോ കാലടി നനയത്തക്ക അളവിൽ മാത്രം ആയിത്തീർന്നു. അത്ഭുതം. രണ്ടാമത്തെ ശ്ലോകം. പ്രസുപ്ത പശുപാലികാം നിഭൃതമാരുതദ്ബാലികാമപാവൃത കവാടികാം പശുപവാടികാമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവതൽപകേ തത്പദാദ്വഹൻ കപടകന്യകാം സ്വപുരമാഗതോ വേഗത. അർത്ഥം: പ്രസുപ്ത പശുപാലികാം നിഭൃതം ആരുതദ്ബാലികാം. ഗോപസ്ത്രീകൾ ഉറങ്ങിക്കിടക്കുന്നു. ഒരു പെൺകുഞ്ഞ് മെല്ലെ കരയുന്നുമുണ്ട്. അപാവൃത കവാടികാം പശുപവാടികാം. വാതിലുകൾ തുറന്നു കിടക്കുന്നു. അങ്ങനെയുള്ള നന്ദഗോപഗൃഹത്തിലേക്ക് ആവിശൻ അയം ഭവന്തം കടന്നുചെന്ന ആ വസുദേവർ ഭവാനെ പ്രസവതൽപകേ അർപ്പയൻ യശോദയുടെ പ്രസവമെത്തയിൽ കിടത്തിയിട്ട് തത് പദാത് കപടകന്യകാം വഹൻ അവിടെ നിന്ന് ആ മായാബാലികയെ എടുത്തുകൊണ്ട് വേഗതഃ സ്വപുരം ആഗതഃ വേഗത്തിൽ തൻ്റെ മഥുരാപുരത്തിൽ മടങ്ങിയെത്തി. മൂന്നാമത്തെ ശ്ലോകം. തതസ്ത്വതനുജാരവക്ഷപിതനിദ്രവേഗദ്രവദ്ഭടോത്കരനിവേദിത പ്രസവവാർത്തയൈവാർത്തിമാൻ വിമുക്തചിഗുരോത്കരസ്ത്വരിതമാപതൻ ഭോജരാടതുഷ്ടൈവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. അർത്ഥം: തതഃ അതിനുശേഷം ത്വദനുജാരവക്ഷപിത നിദ്രവേഗദ്രവദ്ഭടോത്കര നിവേദിത പ്രസവവാർത്തയാ ഏവ. നിന്തിരുവടിയുടെ അനുജത്തിയുടെ കരച്ചിൽ കേട്ടു ഉറക്കമുണർന്ന ഭൃത്യന്മാർ ചെന്നറിയിച്ച പ്രസവ വർത്തമാനം കേട്ടപ്പോൾ തന്നെ ആർത്തിമാൻ വിമുക്ത ചിഗുരോത്കരഃ ത്വരിതം ആപതൻ ഭോജരാട്. പരിഭ്രമിച്ച് അഴിഞ്ഞ തലമുടി കെട്ടാതെ ഉടനെ പാഞ്ഞുവന്ന കംസൻ അതുഷ്ടഃ ഇവ ഭഗിനികാകരെ കന്യകാം ദൃഷ്ടവാൻ. സന്തോഷമില്ലാത്ത വിധം സഹോദരിയായ ദേവകിയുടെ കയ്യിൽ പെൺകുഞ്ഞിനെയാണ് കണ്ടത്. നാലാമത്തെ ശ്ലോകം. ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേദ സാവിധി കിശോരികാം ഭഗിനികാകരാലിംഗിതാം ദ്വിപോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപന്നയം ത്വദനുജാമജാമുപലപട്ടകേ പിഷ്ടവാൻ. അർത്ഥം: അസൗ ധ്രുവം കപടശാലിനഃ മധുഹരസ്യ മായാ ഭവേത്. ഇത് തീർച്ചയായും കപടസ്വഭാവമുള്ള മഹാവിഷ്ണുവിൻ്റെ മായാപ്രയോഗമായിരിക്കും. ഇതി അയം ഭഗിനി കാകരാലിംഗിതാം കിശോരികാം എന്നുറച്ച് ആ കംസൻ സഹോദരി തൻ്റെ കൈകളിൽ അടക്കിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന പെൺ പൈതലിനെ ദ്വിപഃ നളിനികാന്തരാത് ആന താമരപ്പൊയ്കയിൽ നിന്ന് മൃണാളികാമിവ ആക്ഷിപൻ അജാം
തത്വദനുജാം ഉപലപട്ടകെ പിഷ്ടവാൻ. ഇളം താമരവളയത്തെ എന്ന പോലെ പിടിച്ചു പറിച്ച് ജനന മരണങ്ങളില്ലാത്ത നിന്തിരുവടിയുടെ അനുജത്തിയെ പാറപ്പുറത്ത് ആഞ്ഞടിച്ചു. 5-ാമത്തെ ശ്ലോകം. തതോ ഭവതുപാസകോ ഝടിതി മൃത്യുപാശാദിവ പ്രമുച്യ തരസൈവ സാ സമധിരൂഢരൂപാന്തരാ. അധസ്ഥലമജഗ്മുഷീ വികസദഷ്ടബാഹുസ്ഫുരന്മഹായുധമഹോ ഗതാ കില വിഹായ സാദിത്യുതേ. അർത്ഥം: തതഃ അപ്പോൾ, ഭവതുപാസകഃ അവിടുത്തെ ഭക്തൻ, ഝടിതി മൃത്യുപാശാദൈവ പെട്ടെന്ന് അന്ധകന്റെ പാശത്തിൽ നിന്ന് എന്ന പോലെ, സാ പ്രമുച്യ ആ പെൺകുട്ടി കംസന്റെ കയ്യിൽ നിന്ന് തെറിച്ച്, തരസായേവ ഉടനെ തന്നെ, സമധിരൂഢരൂപാന്തര വേറെ രൂപം കാത്യായനീ സ്വരൂപം സ്വീകരിച്ച്, അധസ്ഥലം അജഗ്മുഷി താഴോട്ടു വരാതെ, വികസദ അഷ്ടബാഹുസ്ഫുരൻ മഹായുധം വിഹായ സാ കില ഗത പ്രത്യക്ഷപ്പെട്ട 8 കൈകളിലും ദിവ്യായുധങ്ങൾ ധരിച്ചുകൊണ്ട് ആകാശത്തേക്കുയർന്ന്, ദിദ്യുതേ അഹോ ശോഭിച്ചു. ആശ്ചര്യം. ഇന്നത്തെ കഥ എന്താണെന്ന് നോക്കാം. വസുദേവർ ഉണ്ണിയെ എടുത്തുകൊണ്ട് അമ്പാടിയിലേക്ക് പോകുമ്പോൾ വഴിക്കുള്ള കാളിന്തിയിലെ പെരുവെള്ളം പെട്ടെന്ന് താഴുന്നു. അതിൻ്റെ വർണ്ണന എങ്ങനെയാണ്? ഈ വസുദേവൻ അവിടുത്തെ, അതായത് ഭഗവാനെ എടുത്തുകൊണ്ട് പുറപ്പെട്ടു പോകുമ്പോൾ കാളിന്തി നദിയിൽ വെള്ളം പൊങ്ങി വരുന്നതായി കണ്ടു. ആ പെരുവെള്ളം ഇന്ദ്രജാല വിദ്യ കൊണ്ടുണ്ടായ പെരുവെള്ളം പോലെ എന്ന പോലെ പെട്ടെന്ന് കാലടി നനയത്തക്ക അളവിൽ മാത്രം ആയിത്തീർന്നു. അത്ഭുതം. വസുദേവർ ഗൃഹത്തിൽ എത്തുന്നതിന് അല്പം മുമ്പാണ് യശോദ പ്രസവിച്ചത്. സമയം അർദ്ധരാത്രിയായിരുന്നു. പ്രസവം സുഖമായി കഴിഞ്ഞുവെന്ന് കണ്ടപ്പോൾ എല്ലാവരും കിടന്നുറങ്ങി. പ്രസവിച്ചത് ആണാണോ പെണ്ണാണോ എന്നു പോലും നോക്കിയില്ലത്രേ. വാതിലുകൾ ഒന്നും അടച്ചതുമില്ല. വസുദേവർ തൻ്റെ ഉണ്ണിയുമായി ചെല്ലുമ്പോൾ ഗോപസ്ത്രീകളെല്ലാം ഉറക്കത്തിലാണ്. വാതിലുകൾ തുറന്നു കിടക്കുന്നു. വസുദേവർക്ക് വീട് ഏതാണെന്ന് അറിയാൻ വേണ്ടി ഇന്ന സ്ഥലത്താണെന്ന് മനസ്സിലാക്കത്തക്കവണ്ണം മെല്ലെ ആ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. വസുദേവൻ നിശബ്ദനായി അവിടെ ചെന്ന് കൃഷ്ണനെ കിടത്തി മായാദേവിയെ എടുത്ത് വേഗം സ്വഗൃഹത്തിൽ മടങ്ങിയെത്തി. ആ കുട്ടിയെ ദേവകിയുടെ അടുക്കൽ കിടത്തുകയും ചെയ്തു. ഇതൊന്നും മറ്റാരും അറിഞ്ഞില്ല എന്നത് എല്ലാം മായാവിലാസം തന്നെ. വസുദേവർ ആ ബാലികയെ ദേവകിയുടെ അടുക്കൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ഉടനെ ആ കുട്ടി ഉറക്കെ കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കേട്ടിട്ട് ഭടന്മാർ ഞെട്ടി ഉണർന്ന് ഓടിച്ചെന്ന് ദേവകി പ്രസവിച്ച വിവരം കംസനെ അറിയിച്ചു. അത് കേട്ട ഉടനെ കംസൻ പിടഞ്ഞെഴുന്നേറ്റ് പാഞ്ഞു വന്നു നോക്കിയപ്പോൾ പെങ്ങളുടെ കയ്യിൽ പെൺകുഞ്ഞിനെ കണ്ടു. ഇത് കംസൻ ഒരിക്കലും പ്രതീക്ഷിച്ചതുമല്ല. 8ാമത്തെ പുത്രൻ തന്നെ കൊല്ലുമെന്നായിരുന്നു ആ അശരീരി വാക്കുണ്ടായത്. അതനുസരിച്ച് ഇത് ഉണ്ണി തന്നെ ആയിരിക്കും എന്നാണ് കംസന്റെ പ്രതീക്ഷ. പക്ഷെ അതിന് വിപരീതമായി പെൺകുഞ്ഞിനെ കണ്ടപ്പോൾ കംസന് തീരെ സന്തോഷമായില്ല. ഇപ്പോൾ കംസന്റെ ഊഹം ഇങ്ങനെയായിരുന്നു. അതായത് മത്സ്യകൂർമാദികളായി പല കപട വേഷത്തിലും പ്രത്യക്ഷപ്പെടാറുള്ള വിഷ്ണു തന്നെയായിരിക്കും ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ ജനിച്ചിട്ടുള്ളത് എന്ന്. ഇതൊരു പെൺകുട്ടിയാണല്ലോ. ഇതിനു മുമ്പുണ്ടായ 6 ആൺകുട്ടികളെയും ജ്യേഷ്ഠൻ കൊന്നു. ഈ ഒടുക്കത്തെ പെൺകുട്ടിയെ എങ്കിലും എനിക്ക് തരൂ എന്ന് കേണപേക്ഷിച്ചുകൊണ്ട് ദേവകി മാറോട് ചേർത്ത് പിടിച്ചിരുന്ന ആ കുട്ടിയെ കംസൻ ബലമായി പിടിച്ചു പറിച്ചു കൊണ്ടുപോയിട്ടാണ് പാറയിന്മേൽ അടിച്ചത്. ഭഗവത് ഭക്തനായ അജാമിളന് നാരായണനാമ കീർത്തനത്താൽ അന്ധകപാശത്തിൽ നിന്നും മോചനം ലഭിച്ച കഥ പ്രസിദ്ധമാണല്ലോ. അതുപോലെ ഭഗവാന്റെ സഹോദരിയായ ആ കപടകന്യകയ്ക്ക് കംസഹസ്തത്തിൽ നിന്നും മോചനം ലഭിച്ചു. ഉടനെ ആ കന്യക ആകാശത്ത്
ദിവ്യരൂപം ധരിച്ച് ശോഭിച്ചു. ദേവി ശോഭിച്ചത് ഇങ്ങനെയാണ്. 8 കൈകളിൽ ശംഖ, ചക്രം, ഗദ, ശൂലം, വാള്, പരിച, വില്ല്, അമ്പ് എന്നിവ ധരിച്ചുകൊണ്ടുള്ള ദിവ്യരൂപം. ദേവിയുടെ ഈ രൂപമാറ്റം അത്ഭുതാവഹമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ദേവി കംസനോട് നിന്റെ ശത്രു ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്നും മറഞ്ഞ് ഭൂമിയിൽ പല ക്ഷേത്രങ്ങളിലും അനേകം നാമരൂപങ്ങളോടുകൂടി കുടികൊള്ളുന്നു. ആ കഥ അടുത്ത വീഡിയോയിൽ കേൾക്കാം. ധന്യവാദ.